കുണ്ടറ കസ്റ്റഡി മർദ്ദന ആരോപണത്തിൽ CPO ശ്രീജിത്തിന് സസ്പെൻഷൻ. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സിയാദിനെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥർക്കും മെമ്മോ നൽകും. ഷമീർ അബ്ദുൾ ചേരുന്നു വിവരങ്ങളുമായി. ഷമീർ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഈ ഒരു സംഭവത്തെ ന്യായീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. മാത്രമല്ല, ആ കൊച്ചുകുട്ടിയുടെ ഓഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. ഈ സംഭവത്തിന് ഇപ്പോൾ അന്വേഷണത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഈ സംഭവത്തിൽ സുപ്രധാനമായ ഒരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. CPO ശ്രീജിത്തിനെ അന്വേഷണ വിധേയമായി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹമാണ് ആദ്യഘട്ടം മുതൽ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഈ പ്രതിയെ പോലീസ് വാഹനത്തിൽ കസ്റ്റഡിയിലെടുക്കുകയും ഒപ്പം തന്നെ വാഹനത്തിനുള്ളിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് CPOയ്ക്ക് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ അന്നേ ദിവസം രാത്രി കുണ്ടറ സ്റ്റേഷനിലുണ്ടായിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥർക്കും മെമ്മോ നൽകാനും ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും നേരത്തെ അഖില സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ഇന്ന് ഈ സംഭവത്തെ ന്യായീകരിക്കുന്ന പശ്ചാത്തലമുണ്ടായി. പക്ഷേ കസ്റ്റഡി മർദ്ദനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഓർഡറിൽ പറയുന്നത്. അതായത് ഈ ഒരു പ്രതിയെ പിടികൂടുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിച്ചത്, അതായത് വൈദ്യപരിശോധന അടക്കം നടത്താതെയാണ് ഇയാളെ കസ്റ്റഡിയിൽ വെച്ചത്. ഒപ്പം തന്നെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ വാഹനത്തിനുള്ളിൽ വെച്ച് രാത്രി തിരച്ചിൽ നടത്തി തുടങ്ങി ഗുരുതരമായ കുറ്റങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. ആദ്യഘട്ടമായിട്ടാണ് CPO ശ്രീജിത്തിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ സ്റ്റേഷനിലെ മറ്റു ഉദ്യോഗസ്ഥർക്ക് മെമ്മോയും നൽകിയിട്ടുണ്ട്. അഖില. ഷമീർ, നമ്മൾ ഈ കുഞ്ഞ് CPO ശ്രീജിത്തിന് ഫോൺ കോൾ ചെയ്ത് വിളിക്കുന്ന ഓഡിയോ പുറത്തു വന്നിരുന്നു. അതീവ സങ്കടത്തോടെയാണ് കൊച്ചു സംസാരിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം വന്നിട്ടുണ്ടോ? കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നപ്പോൾ തന്നെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. അതായത് മുഖ്യമന്ത്രി പറയുന്നത് ശരിയല്ല. അതായത് മുഖ്യമന്ത്രി പറയുന്നത് അറസ്റ്റിന് ശേഷം, അതായത് ഈ പ്രതിയെ പിടികൂടിയതിനു ശേഷം 13 ദിവസത്തിന് ശേഷം ഇയാൾക്ക് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് മർദ്ദനം ഏറ്റിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അവരുടെ ബന്ധു ഒരു മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു മൊഴി നിർബന്ധപൂർവ്വം എഴുതി വാങ്ങിയതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് രാവിലെ പുറത്തു വരികയും ചെയ്തു. പക്ഷേ മുഖ്യമന്ത്രി പറയുന്നത് യാതൊരു വസ്തുതയുമില്ല. തന്റെ ഭർത്താവിനെ ക്രൂരമായി മർദ്ദിച്ചു. തന്റെ മകൾ സ്റ്റേഷനിലേക്ക് വിളിച്ച പറയുന്ന ഓഡിയോ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. ഈ സ്റ്റേഷനിൽ കൊണ്ടുപോയതിനു ശേഷവും ഇദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ മോശമായിരുന്നു. മറ്റു ജോലിക്കൊന്നും പോകാൻ കഴിയാതെ ചികിത്സയിലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തങ്ങൾക്ക് നീതി ലഭിച്ചേ പറ്റൂ. അതിന് അങ്ങേയറ്റം വരെ പോകുമെങ്കിൽ അങ്ങേയറ്റം വരെ നിയമപോരാട്ടം നടത്താനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയത്. ക്രൈംബ്രാഞ്ച് ഇന്ന് ഇവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തുകയും ഒപ്പം തന്നെ ഈ സിയാദിനെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം, വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വരേണ്ടതുണ്ട്. പ്രാഥമികമായ റിപ്പോർട്ടിൽ ഹെപ്പറ്റൈറ്റിസ് C ആണ് മരണകാരണം എന്നാണ് പറയുന്നത്. പക്ഷേ മുഴുവനായുള്ള വിശദമായുള്ള റിപ്പോർട്ട് ഇനി പുറത്തു വരേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മാത്രമേ ശരീരത്തിൽ മുറിവുകളോ ചതവുകളോ ഉള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. നേരത്തെ റൂറൽ SP ഷാജി സുഗതൻ പറഞ്ഞത് ശരീരത്തിൽ മർദ്ദനമോ അല്ലെങ്കിൽ ചതവോ ഒന്നുമില്ല, അതാണ് പ്രാഥമികമായ നിഗമനം എന്നാണ് ഷാജി സുഗതൻ റൂറൽ SP ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നു. അതായത് നടപടിക്രമങ്ങൾ പാലിക്കാതെ ആരെയും പിടികൂടാൻ പാടില്ല എന്നൊരു സന്ദേശം കൂടി ആഭ്യന്തര വകുപ്പ് നൽകുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് പോകുന്നത്. അതും CPO ശ്രീജിത്ത്, അതായത് ഈ പെൺകുട്ടി സംസാരിച്ചത് CPO ശ്രീജിത്തുമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം മർദ്ദിച്ചത് CPO ശ്രീജിത്താണെന്ന പരാതിക്കാരിയായ പെൺകുട്ടിയും പറയുന്നൊരു സാഹചര്യമുണ്ടായി. ഈ വാഹനത്തിനുള്ളിൽ വെച്ച CPO ശ്രീജിത്ത് ക്രൂരമായി ഇദ്ദേഹത്തെ സിയാദിനെ മർദ്ദിച്ചു എന്ന പരാതിക്കാരുടെ മൊഴിയും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിന് ഇതിൽ നിന്നും തലയൂരേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സസ്പെൻഷനിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. ജീപ്പിനുള്ളിൽ വെച്ച എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. മുൻ സീറ്റിലിരുന്ന കസ്റ്റഡി മർദ്ദനത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. CPO ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയുടെ വിവരങ്ങളാണ് ഷമീർ അബ്ദുൾ നൽകിയത്.